എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വീക്കെൻഡ് ഒക്കെ ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഈ ആഴ്ച ആഘോഷിക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ ആഴ്ചയെ പോലെയല്ല, ഈ ആഴ്ച അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ, പ്രത്യേകിച്ചും കമ്മോഡിറ്റിയിൽ നമുക്ക് അപ്രതീക്ഷിതമായ ഒരുപാട് പ്രോഫിറ്റുകൾ കിട്ടി. അതിന് കാരണമുണ്ട്. ക്രൂഡ് ഓയിലും വെള്ളിയാഴ്ച ക്രൂഡ് ഓയിലും അതേപോലെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ സ്റ്റോറേജ് ഡിക്രീസ് ആയിരുന്നു. അപ്പോ നമുക്ക് അത്യാവശ്യം ഈ ആഴ്ച പ്രോഫിറ്റോടുകൂടി ഇറങ്ങാൻ കഴിഞ്ഞു. ബിഗിനേഴ്സിന് വേണ്ടി ഇന്ന് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ഡേ ട്രേഡിംഗ് എന്നാൽ എന്താണ്, അതുപോലെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നാൽ എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ലോണിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻട്രാഡേ ചെയ്യുക എന്ന് നോക്കാം. പിന്നീട് ഒരു ദിവസം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ ചെയ്താൽ എന്താണ് ഗുണം, അതുപോലെ തന്നെ എന്താണ് ദോഷം, എന്തൊക്കെ മാനദണ്ഡങ്ങൾ ആവശ്യമാണ്, എന്തൊക്കെ മേജർ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക, അതുപോലെ ഒരുപാട് ക്യാപിറ്റൽ ഇതിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എത്ര പണം വേണ്ടി വരും എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ അതുപോലുള്ള ഒന്നിന്റെയും ആവശ്യമില്ല എന്നതാണ് പ്രധാന കാര്യം. സ്പെഷ്യലി ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പൈസയുടെ കാര്യമാണെങ്കിൽ ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ മതി. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചല്ല കേട്ടോ, മറിച്ച് എങ്ങനെ നമുക്ക് കുറ്റമറ്റ രീതിയിൽ ഡേ ട്രേഡിംഗ് ചെയ്യാം എന്നതാണ്. എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ പ്രധാനമായും ഒഴിവാക്കേണ്ടത് എന്ന് ആദ്യം അറിയണം. അതെല്ലാം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് വേഗത്തിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ആദ്യം ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. മാർക്കറ്റ് ടൈം രാവിലെ 9:15 മുതൽ ഉച്ചതിരിഞ്ഞ് 3:15 വരെയാണല്ലോ. ഈ സമയത്തിനുള്ളിൽ ട്രേഡ് എടുത്ത് അന്ന് തന്നെ ക്ലോസ് ചെയ്താൽ അതിനെ ഇൻട്രാഡേ എന്ന് പറയും. അതായത് 9:15 മുതൽ 3:15 വരെയുള്ള 6 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരു ഷെയർ ബൈ ചെയ്ത് സെൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കണം. കൂടുതൽ ആളുകൾ ഈ ഇൻട്രാഡേ ചൂസ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ലിവറേജ് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപ വരെയുള്ള മൂല്യത്തിന് സ്റ്റോക്കുകൾ വാങ്ങാം എന്നതാണ് പ്രത്യേകത. ഉദാഹരണത്തിന് എന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ട് എന്ന് വെച്ചോളൂ. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ടെന്ന് വെച്ചോളൂ. ആ പണത്തിന് ഒരു 1,000 രൂപയുള്ള ഒരു ഷെയർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് 10 എണ്ണമാണ് കിട്ടുക അല്ലെ? 10 × 1000 10,000. ഇനി നമ്മളത് ഇൻട്രാഡേ മോഡിലാണ് വാങ്ങുന്നതെങ്കിലോ 10 ഷെയറിന് പകരം നമുക്ക് 50 ഷെയർ വരെ കിട്ടും, അഥവാ 5 മടങ്ങ്. അങ്ങനെ ബ്രോക്കർമാർ അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാൻ സഹായിക്കുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ലിവറേജ് മനസ്സിലായി, ഇൻട്രാഡേ മനസ്സിലായി. നമ്മൾ ഒരു സ്റ്റോക്ക് എടുത്ത് കറക്റ്റായി അതിനെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് രാവിലെ 9:15 മുതൽ 3:15 ആ സ്റ്റോക്ക് തീർച്ചയായും മുകളിലേക്ക് പോകും എന്ന അനുമാനമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നിറയെ പേര് ആ സ്റ്റോക്കിൽ ലഭിക്കുന്ന ലിവറേജ് ഉപയോഗിച്ച് 10,000 രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപ വരെയുള്ള മൂല്യത്തിന് കിട്ടുന്ന അത്രയും ഷെയർ ബൈ ചെയ്ത് വെക്കും. പിന്നീട് ഒരു 10 രൂപ, കേവലം ഒരു 10 പോയിന്റ് കൂടിയ അത് വിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? 10 രൂപ മുകളിൽ പോയാൽ തന്നെ നമുക്ക് 500 രൂപ കിട്ടും. 10,000 രൂപ ക്യാപിറ്റൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നത്തെ ഓവറോൾ പ്രോഫിറ്റ് 500 തന്നെ ആയിരിക്കണം. കൂടുതൽ ട്രേഡർമാരും ഇൻട്രാഡേ പർട്ടിക്കുലറിനുള്ളിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് 5 മടങ്ങ് ലിവറേജ് ഉണ്ട് എന്നത് തന്നെയാണ്. നമ്മളുടെ ക്യാപിറ്റൽ 10,000-ഓ 1,00,000-ഓ ഉണ്ടെങ്കിൽ 1,00,000-ന് 5 ലക്ഷത്തിന്റെ മൂല്യത്തിൽ വരെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. അതുപോലെ 10,000 രൂപ മാത്രമേ ഉള്ളെങ്കിൽ 50,000 രൂപയ്ക്കുള്ളതും നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യും. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കറക്റ്റായി ചെയ്താൽ ദിവസവും പ്രോപ്പറായ ഒരു പ്രോഫിറ്റുമായി ട്രേഡിംഗ് ക്ലോസ് ചെയ്യാൻ കഴിയും, യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ. അതേ സമയത്ത് ടെക്നിക്കൽ അനാലിസിസ് റോങ് ആയി പോയാൽ അതേപോലെ തന്നെ ലോസും സംഭവിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്ര ഡിഫറെന്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഒരു ഉദാഹരണം വഴി നോക്കാം. നമ്മളിപ്പോൾ ITC എടുക്കുന്നു. അതിന്റെ വില കറക്റ്റായിട്ട് 502 രൂപ. ഈ 502 രൂപ ഉള്ള ഷെയർ ഞാൻ 100 എണ്ണം വാങ്ങാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് 52,000 രൂപ വേണം. അപ്പോൾ എന്റെ അക്കൗണ്ടിൽ ഒരു 50,000 മുകളിൽ ആവശ്യമാണ്. ഇത് വാങ്ങി ഒരാഴ്ചക്ക് ശേഷമോ ഒരു മാസത്തിന് ശേഷമോ
ഒരു വർഷത്തിന് ശേഷമോ എപ്പോ വേണമെങ്കിലും അന്ന് തന്നെ അല്ലാതെ മറ്റൊരു ഏതൊരു ദിവസം വരെയും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ കഴിയും. എന്നാൽ ഞാൻ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഒരു 500 രൂപ പ്രോഫിറ്റിന്റെ ആവശ്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 502 രൂപയുടെ ഷെയർ 507 രൂപ വന്നാൽ 5 രൂപ പ്രോഫിറ്റ് വെച്ച് 100 എണ്ണത്തിൽ നമുക്ക് 500 രൂപ ലാഭം കിട്ടും അല്ലേ? ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഇൻട്രാഡേ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ITC അല്ലേ പറഞ്ഞത്, ITC സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ITC 502 രൂപയാണ്. നമ്മൾ ബൈ ചെയ്യാൻ പോവുകയാണ്. 100 ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഇൻട്രാഡേ, ഇത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ആണ്. അതേസമയം ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി. ഇതിലിപ്പോ ഇത് ധന്യന്റെ ബ്രോക്കർ ആയതുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റിംഗ് എന്നാണ്. ചിലതില് ഡെലിവറി എന്നായിരിക്കും, ചിലതില് ക്യാരി ഫോർവേഡ് എന്നായിരിക്കും, ഇതിൽ ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിംഗിന് നമുക്ക് 50,270 രൂപയുടെ ആവശ്യമുണ്ട്. ഈ മാർക്കറ്റ് പ്രൈസിന് പകരം നമുക്ക് ലിമിറ്റ് ഓർഡർ വെക്കാം. 502 രൂപയ്ക്ക് 100 ക്വാണ്ടിറ്റി 502 രൂപയ്ക്ക് നമുക്ക് 50,000 രൂപ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് വേണ്ടത് ഇവിടെ ട്രേഡിംഗിൽ, അതായത് ഇൻട്രാഡേക്ക് വെക്കുമ്പോൾ നമുക്ക് വെറും 10,081 രൂപ മതി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ലിവറേജ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇതുകൊണ്ടാണ് കൂടുതലും ആളുകൾ ഇൻട്രാഡേ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും കറക്റ്റ് ആയിരിക്കും. അത് തന്നെ നമ്മൾ വാങ്ങി 502 വാങ്ങിയിട്ട് ഒരു 5 രൂപ കുറയുകയാണെങ്കിൽ അതിൽ നമുക്ക് 500 രൂപ നഷ്ടമാകും. നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ ഇതിലൂടെ ദിവസവും നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതേസമയം റോങ് ആയി പോയാലോ നമ്മൾ എടുക്കുന്ന റിസ്കിന് റിട്ടേൺസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നഷ്ടം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഫസ്റ്റ് അനാലിസിസ് കറക്റ്റ് ആയിരിക്കും. അത് ഏറെക്കുറെ ശരിയായാൽ കുറച്ച് ക്യാപിറ്റൽ വെച്ച് ദിവസവും ഒരു പ്രോപ്പറായ റിട്ടേൺസ് എടുക്കാൻ നമുക്ക് കഴിയും. ഇനി രണ്ടാമത്തെ വിഷയം ചോദിച്ചാൽ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നിഫ്റ്റി 50, നിഫ്റ്റി 100, നിഫ്റ്റി 500, ഇതിലൊക്കെ സ്റ്റോക്കുകളുണ്ട്. ഏത് സ്റ്റോക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നതാണ് ഒരു കൺഫ്യൂഷൻ. അതിന് നമുക്ക് സ്കാനർ ഉപയോഗിക്കാം. എപ്പോഴും ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഫണ്ടമെന്റൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അന്ന് വാങ്ങി അന്ന് തന്നെ കൊടുക്കുന്ന ഒരു സ്റ്റോക്കിന് ഫണ്ടമെന്റൽ, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ ബാലൻസ് ഷീറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടമെന്റൽ അനാലിസിസ് ആവശ്യമേ ഇല്ല. കറക്റ്റായി ടെക്നിക്കൽ അനാലിസിസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് ഷെയർ ആണോ വാങ്ങാൻ പോകുന്നത് അന്ന് അത് അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്നതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അപ് ട്രെൻഡിലാണെങ്കിൽ ബൈ ചെയ്യാൻ പോകുന്നു, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഷോർട്ട് ചെയ്യാൻ പോകുന്നു. ഇത് എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഒരു സ്കാനർ ഉണ്ട്. നമുക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ധന്യന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. നമുക്ക് ഇവിടെ ഹോം ഉണ്ട്. ധന്യ ഹോം കണ്ടോ, സെക്കൻഡ് മാർക്കറ്റ്, നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം അതിലൊക്കെ ഉണ്ടാവും. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോക്കിൽ പോയി കഴിഞ്ഞാൽ ഔട്ട് പെർഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഓരോ സ്റ്റോക്കിന്റെയും കണ്ടോ കൂടുതൽ പെർസെന്റേജ് അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഇങ്ങനെ വരും. അപ്പോ വിപ്രോ നോക്കൂ 4.26, ടെക് മഹീന്ദ്ര 4, അങ്ങനെ ഓരോന്നിന്റെയും അപ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വിപ്രോ എടുക്കുകയാണെന്ന് വെച്ചോ, വിപ്രോ ബൈ ചെയ്യുന്നു. നമുക്ക് വിപ്രോ ട്രേഡിങ്ങിൽ ബൈ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു 50,000 51,000 രൂപ ഉണ്ട്, ഒരു 50,000 സംതിങ് രൂപ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഞാനൊരു 500 ക്വാണ്ടിറ്റി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ലിമിറ്റ് പ്രൈസിൽ 500 ക്വാണ്ടിറ്റി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. നമുക്കിവിടെ ട്രേഡിങ്ങില് ഇൻട്രാഡേയില് 51,665 രൂപ വാങ്ങും. ഓക്കെ, ഇതിന്റെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, ഇത് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ചാർട്ടാണ്. വെള്ളിയാഴ്ച നമ്മൾ 9:15 നമ്മൾ ഇതുപോലെ 9:15 ശേഷം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 9:15 ശേഷമോ പോയി ഈ ഔട്ട് പെർഫോമൻസിൽ പോയി കഴിഞ്ഞ്
അവിടെ ഫസ്റ്റ് കാണുന്ന സ്റ്റോക്ക് തന്നെ അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് തന്നെ സെലക്ട് ചെയ്യുക. ഒരു 3-4 സെലക്ട് ചെയ്യാം. ക്യാഷ് ഉള്ളവർക്ക് സെലക്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയതിനു ശേഷം നോക്കൂ, ഇവിടെ ഒരു സെക്കൻഡ്, മുകളിലേക്ക് പോയതിനു ശേഷം ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു. സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം ഈ ബോക്സിനുള്ളിൽ നിന്ന്, ഇതിനാണ് ടെക്നിക്കൽ അനാലിസിസ് അത്യാവശ്യം അറിയണം എന്ന് പറയുന്നത്. നമുക്ക് ഈ ബോക്സിനുള്ളിൽ നിന്ന് എപ്പോൾ ഇത് പുറത്തു വന്ന് ക്രോസ് ആൻഡ് ക്രോസ് ചെയ്യുന്ന നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാം. ഇവിടെ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് എൻട്രി എടുത്ത് വിചാരിച്ചോളൂ. സ്റ്റോക്ക് ഇതുവരെ പോയിട്ടുണ്ട് അല്ലെ, 7 പോയിന്റ് 7 രൂപ കയറിയിട്ടുണ്ട്. 500 സ്റ്റോക്കിന് 5 × 7 35, 5 7 35, 3500 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയി. അപ്പോ കേവലം ഒരു 50,000 രൂപ കൊണ്ട് നമുക്ക് 3500 രൂപ പ്രോഫിറ്റ് കിട്ടി. ഈ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകളും ഇൻട്രാഡേയിലേക്ക് കയറി വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, നമുക്ക് വാങ്ങാനും വിൽക്കാനും സിമ്പിൾ ആണ്. നമ്മൾ ഈ ഇവിടെ നിന്നും എൻട്രി എടുക്കുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് 10 പോയിന്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഒരു 5 പോയിന്റ് വെയിറ്റ് ചെയ്താലും 50,000 രൂപ നമ്മൾ ക്യാപിറ്റൽ മുടക്കിക്കൊണ്ട് 2500 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമുക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയും. എന്നാൽ എല്ലാ ആളുകളെ കൊണ്ടും ഇതുപോലെ ഈസിയായി ഈ കുറച്ച് പണം ഇറക്കി പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല അല്ലെ. അതിന് പ്രോസസ് ഓറിയന്റ് അപ്രോച്ച് വേണം. അതുപോലെ തന്നെ റൂൾ ബേസ്ഡ് അപ്രോച്ച് വേണം. ഇപ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയി. എല്ലാ ദിവസവും എല്ലാ സ്റ്റോക്കുകളും മുകളിലേക്ക് പോകും. പക്ഷേ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അതറിയണ്ടത്. അതുപോലെ തന്നെ എല്ലാം മൾട്ടിപ്പിൾ അനാലിസിസിന്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. അതിനാൽ നമുക്ക് ഫർദറായി ഇതിനെ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പാറ്റേൺ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോ നമുക്ക് ഇൻഡിക്കേറ്ററിൽ പോയി സൂപ്പർ ട്രെൻഡ്, അതായത് ഇതിപ്പോ ഇൻഡിക്കേറ്ററിൽ നമ്മൾ പോകുന്നു. ഇവിടെ സൂപ്പർ ട്രെൻഡ് എന്ന് അടിക്കുന്നു. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഇൻഡിക്കേറ്റർ ആഡ് ആയിട്ടുണ്ട്. ഈ റെഡ് കാണുന്നിടത്ത് സെല്ലിംഗ് മോഡാണ്, ഈ ഗ്രീൻ കാണുന്നിടത്ത് ബൈ മോഡാണ്. അപ്പോ ഈ റെഡ് ഇൻഡിക്കേറ്റർ എപ്പോൾ ഓഫ് ആയിക്കൊണ്ട് ഗ്രീൻ ഓൺ ആവുന്നു, അപ്പോൾ നമുക്ക് ബൈ എൻട്രിയിലേക്ക്. എപ്പോഴാണോ ഗ്രീനിലേക്ക് മാറുന്നത് അപ്പോൾ നമുക്ക് ബൈ ചെയ്യാം. എപ്പോഴാണോ റെഡിലേക്ക് മാറുന്നത് അപ്പോൾ നമുക്ക് ഷോർട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റിൽ നല്ല ഔട്ട് ഫോമർ ആയിട്ട് ഏതെല്ലാം സ്റ്റോക്കുകളാണ് ഉള്ളത് എന്നാണ്. അതിലെ ഫസ്റ്റ് ഏത് ബൈ സിഗ്നൽ കൊടുക്കുന്നുണ്ടോ അതിൽ നമുക്ക് ബൈ ചെയ്യാം. നമ്മൾ 1,00,000 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ 5 ഭാഗമായിട്ട് 5ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു സ്റ്റോക്കിൽ 20,000 25,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ 5 എണ്ണത്തിൽ ഐഡന്റിഫൈ ചെയ്ത് ഓരോന്നിലും 20,000 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. മൊത്തത്തിൽ ഇൻട്രാഡേയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാർജിൻ റിക്വയർ വളരെ കുറവാണ്. അതുപോലെ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സെറ്റപ്പ് മാത്രം എടുത്ത് നമ്മൾ പ്രോപ്പറായി അതിനെ ഫോളോ ചെയ്താൽ അത് മാത്രം മതി. കറക്റ്റായ ഒരു പ്രോഫിറ്റ് നമുക്ക് ദിവസവും കിട്ടും. എല്ലാ പൈസയും കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അതുവരെ നമ്മൾ ചെയ്ത ലോസ് ഒക്കെ ഒരു ദിവസം കൊണ്ട് തിരിച്ചു പിടിക്കണമെന്നും ഒരേ ദിവസത്തിൽ 50% അല്ലെങ്കിൽ 30% റിട്ടേൺ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ല? നിങ്ങൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കുറഞ്ഞ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ കാണിച്ച ഈ കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് പഠിക്കുക. സൂപ്പർ ട്രെൻഡ് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറ്റേൺ ഉപയോഗിച്ചോ പഠിക്കുക. അത് പഠിക്കാൻ അധിക ദിവസങ്ങളൊന്നും വേണം. അപ്പോ നിങ്ങൾ പോകെ ഇത് പഴകെ നിങ്ങൾക്ക് തന്നെ ഒരു പർട്ടിക്കുലർ സിസ്റ്റം അഡാപ്റ്റ് ആയിട്ട് വരും. ഏതൊരു പർട്ടിക്കുലർ സ്റ്റോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി പർട്ടിക്കുലർ സ്ട്രാറ്റജി എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഓവർ പീരീഡിൽ ചെയ്യുമ്പോൾ അത് നമുക്ക് അഡാപ്റ്റ് ആയി മാറും. അങ്ങനെ അഡാപ്റ്റ് ആയി മാറിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അതിനുശേഷം നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കുന്നതോടൊപ്പം നമുക്ക് നിരന്തരമായ പ്രോഫിറ്റ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇൻട്രാഡേ ട്രേഡർമാരെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മാർക്കറ്റിലേക്ക് കയറി വരുന്നതും ഒന്ന് ലിവറേജ് കിട്ടും എന്നുള്ളത് കൊണ്ടും, രണ്ടാമത് റിസ്ക് റിവാർഡ് കുറവാണ് എന്നുള്ളത് കൊണ്ടും, മൂന്നാമത് സ്റ്റോക്ക് അതായത് ഇതിൽ പ്രീമിയം ഡികെ പോലുള്ള സംഗതികളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടൊക്കെയാണ്
ഇൻട്രാഡേ ചെയ്യുന്നത് കൂടുതൽ സ്വീകാര്യത വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഇൻട്രാഡേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ എൻ്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്ത് അവിടെ എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാനുള്ള ഐഡിയ ഉണ്ടാവും. അതുവഴി ബന്ധപ്പെടാം. ഏത് നേരത്തും എപ്പോഴും സംശയങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ കുറച്ചു നേരം വൈകും, എന്നിരുന്നാലും എല്ലാവർക്കും അതെന്റെ പ്രീമിയം മെമ്പേഴ്സ് ആയിക്കോട്ടെ ജനറൽ മെമ്പേഴ്സ് ആയിക്കോട്ടെ റിപ്ലൈ കൊടുക്കും. ഓക്കെ, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.